അത്താഴത്തിനേക്കുള്ള ചോറ് ഇതാ മക്കളെ അടുപ്പത്ത് കിടന്ന് തിളക്കിന. വിസിലടിക്കുന്നുണ്ടെങ്കിൽ കുക്കറിൽ വിസിലടിക്കുന്നത് എന്താണെന്ന് അറിയാം, ചൊരങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുക്കർ 2 വിസിലടിച്ച് വെച്ചതാണ്. പിന്നെ അതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത്, അതൊന്ന് ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചോറ് നമ്മൾ ഇതിലേക്ക് ഇറക്കി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിരിക്കണേ. ഇനി അതൊന്ന് മൂടിയിട്ട് വെച്ചിരിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സാധാരണ പയറാണ് ഉപ്പേരി വെക്കൽ, ഇന്ന് പയറല്ല മക്കളെ വെക്കുന്നത്. ഇതാ ഉള്ളിത്തണ്ട് അരിഞ്ഞതാണ്, അതാണ് ഉപ്പേരി വെക്കാൻ പോണത്. കണ്ടോ, ഞാൻ ഉള്ളിത്തണ്ട് ഉപ്പേരി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് നല്ലോണം വാടി വരുമ്പോൾ രസം ഉപ്പ് ഇട്ടിട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കും മക്കളെ. ചമ്മന്തി ഉണ്ടാക്കിയത് കുറച്ച് ഇട്ട് കൊടുക്കുക മക്കളെ. നമ്മൾ പച്ചമുളകും ചെറിയ ഉള്ളി എല്ലാം കൂടെ നല്ലോണം മിക്സിയിൽ ചമ്മന്തി മാതിരി ഉണ്ടാക്കുക. എന്നിട്ട് അത് നല്ലോണം ഇതിലിട്ടിട്ട് ഇങ്ങനെ കൂട്ടി കുഴച്ച് കൊടുക്കുക കുട്ടികളെ. നല്ല ടേസ്റ്റ് ആയിക്കിട്ടോ ഉള്ളി ചമ്മന്തിക്ക്. അതാണ് ഉള്ളിത്തണ്ട് കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്, സാധാരണ പയറാണ്. നൈസ് പത്തിരി ചുട്ട് വെച്ചിക്കണേ. അപ്പോൾ കുട്ടികളെ വല്യാപ്പക്ക് വലിയ താല്പര്യമൊന്നുമില്ല അരിപ്പത്തിരി തിന്നണമെന്ന്. ചപ്പാത്തിയാണ് ഏറ്റവും ഇഷ്ടം, മെഴുക്കില്ലാതെ തിന്നണതാണ് കഷ്ടം. കൊളസ്ട്രോളോ കൊഴുപ്പോ അതേപോലെ ഷുഗറോ ഒന്നും ഉണ്ടായിട്ടില്ല. മൂപ്പരങ്ങനെയാണ്, ആദ്യ കാലത്തെ അങ്ങനെ തന്നെയാണ്. ഓവറായിട്ട് ഭക്ഷണം കഴിക്കില്ല, അധികം ഉപ്പേരി പയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയാൽ. ചിക്കൻ കൂട്ടൂല അധികം, ബീഫ് അങ്ങനെയൊന്നും വേണ്ട, പച്ചക്കറിനോടാ താല്പര്യം. അപ്പോൾ മൂപ്പർക്ക് ഞാൻ 4 ചപ്പാത്തിയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിക്കിന്. വീണ കാലം തൊട്ടേ ആറ്റുനോറ്റു പോറ്റിയതല്ലേ, ഇവരെയും നിനക്കു വേണ്ടി മുഹൂർത്തം സഹിച്ചതല്ലേ. ഉമ്മാനെയാരും നോവിക്കരുതേ, ഉള്ളറിയുമ്പോൾ സ്നേഹിക്കരുതേ. ഉമ്മാനെയാരും താളിച്ചതാട്ടോ മക്കളെ. ഇത് ചുവന്ന മുളകും വറ്റൽമുളകില്ലേ അതും കരിവേപ്പിലും കടുകും എല്ലാം കൂടി ഇട്ട് വറവിട്ടതാ. അത്താഴത്തിന് നല്ലതാണ് ഇത് കൂട്ടി ചോറുന്നാൻ കേട്ടോ. കാട്ടുമുല്ലച്ചോട്ടിലിരുന്നു കണ്ണുകൊണ്ട് കളം വരച്ചു കാത്തിരുന്നോളേ കാത്തിരുന്നോളേ. കാട്ടുമുല്ലച്ചോട്ടിലിരുന്നു കണ്ണുകൊണ്ടു കളം വരച്ചു കാത്തിരുന്നോളേ കാത്തിരുന്നോളേ. വരി മക്കളെ, വേഗം തിന്ന, നമുക്ക് വയ്യ, ക്ഷീണിച്ചിക്കണ്. എന്തായാലും വിളിച്ചൂട്. ഇവിടെ ഞാനിവിടെ ഇവിടെ തിന്നാൻ തരട്ടെ അമ്മ? ഇപ്പം വേണ്ട. എന്താ നോമ്പ് പറഞ്ഞിട്ട് ഇത്തിരി തിന്നാൻ പോരാ, നല്ലോണം തിന്നണോ, നല്ല നോമ്പ് പിടിക്കാൻ പറ്റുള്ളൂ നാളെയും. അല്ല പിന്നെ നോമ്പ് കഴിയൂല. അപ്പൊ എന്ത് ചെയ്യണോ? അപ്പൊ നല്ല മോനെ ആണേ ആനാൻ പത്തിരി തിന്നണം മോനെ, എൻ്റെ മോനാണ് എൻ്റെ ആ ഫ്രിഡ്ജ് പൊട്ടിച്ചാള് മോനെ, പിന്നെ ഡോറ്. നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയോ? അപ്പൊ അതാ പറഞ്ഞ സ്കൂൾ ഒഴിവാക്കാൻ പറ്റുമോ? ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി പഠിപ്പിച്ചത് രണ്ടാമതും പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെ പാടില്ല. അപ്പം നമ്മളെ മോനെ നോമ്പ് പിടിച്ചാലും നോമ്പ് പിടിച്ചില്ലെങ്കിലും നാളെ സ്കൂളിൽ പോകും. എന്താ? കാട്ടുമുല്ല ചോട്ടിലിരുന്നു കണ്ണുകൊണ്ട് കളം വരച്ചു കാത്തിരുന്നോളേ കാത്തിരുന്നോളേ. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് മക്കളെ. അപ്പം പോരാന്നാ പറയുന്നത് നാളെ സ്കൂളിൽ. ഇന്ന് തിങ്കളാഴ്ച ആണെന്നാ പറഞ്ഞത്, ഞായറാഴ്ച. മറ്റന്നാളോ? മറ്റന്നാൾ ഉച്ചക്ക് തറാം മക്കളെ, പോകാൻ പാടില്ല. നാളെ തന്നെ സ്കൂളിൽ പോ. നാളെ ഞമ്മള് തിങ്കളാഴ്ച, ഇന്ന് ഞമ്മള് പോണില്ല. തിങ്കളാഴ്ച ചൊവ്വാഴ്ച
സ്കൂളിൽ പോകണം മോനെ. എല്ലാവരും നമ്മളെ ചാനൽ കാണാൻ ലൈക്കും സബും ചെയ്യണം മറക്കരുത്.